രാവിലെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. ആനൊക്കെ ഇതെല്ലാം അറിയില്ല, മൃഗങ്ങളൊക്കെ നിൽക്കാനെങ്കിലേ എന്തോ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറമ്പികളൊക്കെ പറമ്പികളൊക്കെ ഈ ഭാഗമൊക്കെ പെട്ടതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ തൃശ്ശൂരിനെ തൊട്ടടുത്ത് ചിമ്മിയിലേക്കാണ് യാത്ര. വെറും ഒരു യാത്രയല്ല, ചെറിയൊരു ട്രക്കിംഗ് കൂടിയാണ്. ഇതിന്റെ റീൽസ് ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ ഒരുപാട് പേര് ഇതിന്റെ ഡീറ്റെയിൽസും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചിമ്മിന്നിട്ട് കുറച്ചൊക്കെ കൺഫ്യൂഷൻ ആയ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് അങ്ങോട്ട് പോകേണ്ടെന്ന് റൂട്ട് പറഞ്ഞു തരാൻ പ്രത്യേകിച്ച് അവിടെ ആരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 3-4 കറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത്. ഈ വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് പോകാൻ പറ്റിയ ട്രക്കിംഗ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ചിമ്മിനി ഡാമാണ്, അത് എൻ്റെ സ്വന്തം സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത്. അജിയും അനിയും ഞാനും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും നമ്മുടെ നമ്പറൊക്കെ ഇവിടെ കൊടുക്കണം. നമ്പർ മീൻസ് വണ്ടിയുടെ നമ്പർ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് പൈസ അടച്ചിട്ട് വേണം നമുക്ക് ട്രെക്കിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് ചോദിക്കാം അവർ എത്ര രൂപ കൊടുത്തു, കാര്യങ്ങളെല്ലാം ചോദിക്കാട്ടോ. പേപ്പർ ഫ്രീ ആണോ? എടുത്തോളാൻ പറഞ്ഞ എത്ര ട്രെക്കിങ്ങിന് എത്ര? വേറെ സ്ഥലത്താണല്ലേ. ഇവിടെ നമ്മൾ വണ്ടി കയറ്റി വിടാൻ എത്ര ഒരാൾക്ക്? 140. ഒരാൾക്കാ? ബൈക്കും നമ്മൾ 3 ആൾക്കാരും കൂടിയിട്ട് 140 ആണ് വന്നത് കേട്ടോ. ബൈക്കിന് ഒരാൾക്ക് 40 രൂപ, ബൈക്കിന് 10 രൂപ. അപ്പം നല്ല ട്രാവലായിരുന്നല്ലേ നമ്മൾ വരുന്ന വഴിക്ക്? നല്ല വഴി, നല്ലതായിരുന്നു. നമുക്ക് നല്ല വഴി കണ്ടിട്ട് വരാം. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അതിനേക്കാളും നല്ല വഴിയായിരുന്നു ഉള്ളിലേക്ക് ചെന്നത്. ഇതിന്റെ ഓഫീസിൽ പോകാനായിട്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു സൈൻ ബോർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഈ അതിരപ്പള്ളി റൂട്ടിലൊക്കെ പോകുമ്പോൾ ഒരു മനസ്സുഖല്ലേ, അതേപോലെ ആയിരുന്നു ഈ റൂട്ടിലൂടെ പോകാനായിട്ട്. പലവട്ടം ചുരുളിയിൽ പെട്ടിട്ടാണ് അവസാനം ഇവിടെ എത്തിയത്. നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കയറിയിട്ട് ലെഫ്റ്റിക്ക് എടുക്കുമ്പോൾ തന്നെയാണ് ഈ സ്പോട്ട് വരുന്നത്. ടിക്കറ്റ് കിട്ടി ഗൈസ്, പറ കാര്യങ്ങൾ പറ. 300, 600 രൂപ. 2 ആളാണെങ്കിലും 600 രൂപ, ഒരാളാണെങ്കിലും 600 രൂപ, 4 ആളാണെങ്കിൽ 200 എക്സ്ട്രാ OC. അപ്പൊ നമ്മൾ കറക്റ്റ് ആൾക്കാരെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 600 രൂപയാണ് 3 ആൾ ടിക്കറ്റിന്. നമ്മുടെ ഒപ്പം ഒരു ഗൈഡും ഉണ്ടാവും. ഇതാണ് ആ ചേച്ചി. അപ്പൊ നിങ്ങൾക്ക് എത്ര നേരത്തെ എത്താൻ പറ്റും അത്ര നല്ലത്. എത്ര നേരത്തെ എന്ന് പറഞ്ഞാൽ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. 7 മണിക്കാണ് എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രീ ബുക്കിംഗ് ബാക്കി പരിപാടി ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് നേരെ ടിക്കറ്റ് എടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ സൈൻ ബോർഡും ബാക്കി സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ച് ആളുകളൊന്നും അവിടെ നിൽക്കാത്തതുകൊണ്ടും ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇവിടെ എത്താനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. ചെക്ക് പോസ്റ്റിന് നേരെ ലെഫ്റ്റിക്കുള്ള ഒരു വഴി ഉണ്ടാവും. ഒരു ടേണിങ് വരുമ്പോൾ ലെഫ്റ്റിക്ക് നേരെ കയറി ചെന്നാൽ ഇവരുടെ ഓഫീസ് എത്തും. ആ ഓഫീസിൽ നേരെ പോയാൽ മതി. ഞങ്ങൾ ആ ഓഫീസിൽ പോയ സമയത്ത് അവിടെ ആരും കണ്ടില്ല. അതാണ് ഞങ്ങൾ കൺഫ്യൂഷനായിട്ട് പിന്നെയും കറങ്ങേണ്ടി വന്നത്. കണ്ടുണ്ടോ പോകുമ്പോ അപ്പോഴേക്കും? കൊരങ്ങനൊക്കെ കാണുന്നുണ്ടല്ലോ. വീട്ടിലൊക്കെ ഒരു പാവം ചേച്ചിയായിരുന്നു ഗൈഡ്. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കടുവ പുലിയൊക്കെ മാന്തിയ പാടാന്നാണ് ആ ചേച്ചി പറഞ്ഞത്. പിന്നെ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഈ ട്രക്കിങ്ങിന് 2 ആൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ 3 ആൾക്കാർ 100 രൂപയും വേറെ എക്സ്ട്രാ എത്ര പേര് വന്നാലും അവർക്ക് ഒരാൾക്ക് വെച്ചിട്ട് 200 രൂപ എക്സ്ട്രാ വരും. ഏകദേശം 5-6 കിലോമീറ്ററാണ് യാത്ര. നമ്മൾ ഈ റോട്ടിലൂടെ നടക്കണ പോലെ ആവില്ല. ഇതോടെ നടക്കുമ്പോൾ കുറച്ച് ദൂരം ഫീൽ ചെയ്യും. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ചേച്ചി അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. മഴക്കാലത്ത് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി, ചിലപ്പോൾ തെന്നി പോവും. സാധ്യതയുണ്ടോ? ഡാമൊക്കെ അവിടെ നിന്നാ കാണും. എല്ലാ സ്ഥലങ്ങളും കാണാം അവിടെ നിന്നാ. പറമ്പികളൊക്കെ ഈ ഭാഗമൊക്കെ പെട്ടതാണ്. അപ്പൊ ഈ ചേച്ചി പറഞ്ഞ് ഇതിനേക്കാളും കിടിലൊരു ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ചങ്ങാടത്തിലൂടെ പോകാൻ പറ്റണതും അത്യാവശ്യം നന്നായിട്ട് ജീവികളെ കാണാൻ പറ്റുന്നതും ആനയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ട്രക്കിംഗ് ഒക്കെ മുമ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് പറമ്പിക്കുളത്തേക്ക് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഒക്കെ ഉള്ളതാണ് ഈ ചേച്ചി പറഞ്ഞത്. 2018 കൊറോണ ടൈമിൽ അടച്ചതാണെന്നാണ് പറഞ്ഞത് ആ ട്രക്കിങ്.
അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു അടിപൊളി ട്രക്കിംഗ് ആയി. ഒരുപാട് പേര് പോയിട്ടുണ്ട് ആ ട്രക്കിങ്ങിന്. ഞാൻ റീൽസ് ഇട്ടപ്പോൾ അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പ് ഈ ട്രക്കിങ്ങിന് പോയിട്ടുണ്ട്, ഇത് ഹിഡൻ സ്ഥലമൊന്നല്ല, ഞങ്ങൾ ഒരുപാട് വട്ടം പോയിട്ടുള്ള സ്ഥലമാണ്, ഇതിനേക്കാളും അടിപൊളിയായിരുന്നു, വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ, അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ചെറിയ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ വരാട്ടോ. കാരണം ഞങ്ങൾ പോയ സമയത്തൊക്കെ കുഞ്ഞു പിള്ളേരെ കൊണ്ട് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ റിസ്ക് ഉള്ള ട്രക്കിംഗ് ഒന്നല്ല. ആനയൊക്കെ പെട്ടെന്ന് വരിക, കടുവയൊക്കെ പെട്ടെന്ന് വരിക, അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനത്തെ വലിയ വലിയ അപകടങ്ങളില്ലാത്തൊരു സ്ഥലമാണെന്നാണ് ഈ ചേച്ചി പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം ആൾക്കാരെ കുട്ടികളൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇവർ അകത്തേക്ക് കയറ്റി വിടില്ലല്ലോ. ഞങ്ങൾ എന്തുകൊണ്ടും എൻജോയ് ചെയ്തൊരു ട്രക്കിങ്ങിനെ ആയിരുന്നത്. നിങ്ങൾക്ക് ഞായറാഴ്ചകളോ മറ്റേതെങ്കിലും ദിവസമോ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി വന്നിട്ട് ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് പ്ലാൻ ചെയ്തോ. കാരണം നമ്മുടെ തൃശ്ശൂരിൽ ഒരുപാട് സ്ഥലങ്ങളില്ല, പോകാനായിട്ട് സ്ഥലങ്ങളില്ല, കാണാനായിട്ട് കാഴ്ചകളില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കണ്ടെത്താത്തത് അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരാത്തതാണ്. കാരണം ഒരുപാട് പേര് പോയിട്ട് നമ്മുടെ തൃശ്ശൂർ തന്നെ ഇഷ്ടംപോലെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ട്രക്കിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ കേട്ടതിലും കണ്ടതിലും വെച്ചിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ ട്രക്കിങ് തന്നെയാണ്. കാട്ടിലുള്ള ആൽമരമാണ് വേണ്ട, അതിന്റെ ഉള്ളിൽ വേറൊരു മരം ഉണ്ടേണ്ട, ഇരുമുള്ളെന്ന് പറയുന്നുണ്ട, ആല് പൊതിഞ്ഞ് വെച്ചേക്കണം. അതൊക്കെ വെള്ളാതെ ആല് കുടിക്കും. അതേപോലെ വേണ്ട ഈ മരമാണെങ്കിൽ വേണ്ട അതേപോലെ. പിന്നെ അത് കാട്ടിലുള്ള ഈന്തെന്ന് പറയും, ചെറുത് അതല്ലേ ഈന്തപ്പഴം പോലത്തെ. പിന്നെ ഇതല്ലാതെ കുറച്ചുകൂടി നേരത്തെ ഒരു ട്രക്കിംഗ് കൂടി ഉണ്ട്, ഏകദേശം 6 ടൈമിലാണ് തോന്നുന്നു. അത് കുറച്ചും കൂടി ഒരു അഡ്വഞ്ചർ ആണെന്ന് തോന്നുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ആ ഒരു ട്രക്കിങ്ങിന് പോകണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടായിരുന്നു. പിന്നെ ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിച്ചെങ്കിൽ ചെറുതായിട്ടൊന്ന് കാല് വഴുതി കഴിഞ്ഞാൽ പിന്നെ താഴ്ച പെട്ടെന്ന് എത്താം. അത്ര ഡേഞ്ചർ ഒന്നുമല്ല, തൊട്ടടുത്ത് വരെ ഉള്ളൂട്ടാ. ഞങ്ങൾ ഇപ്പം എന്തെങ്കിലും കാണുന്ന വെച്ചിട്ട് നടക്കണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നിനും കാണാൻ പറ്റില്ലെങ്കിൽ പോലും ആ റൂട്ട് അടിപൊളിയായിരുന്നു. ഫഹദിന്റെ കാർബൺ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ്. ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വെള്ളച്ചാട്ടം. ഇവിടെ പിന്നെ ആൽബം ഷൂട്ടിങ്, അങ്ങനെ കുറച്ച് സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടക്കാമെന്നാണ് ഈ ചേച്ചി പറഞ്ഞത്. ആ ഒരു തേരട്ട 8 കല് അങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സംഭവങ്ങളൊന്നും കാണാൻ ചാൻസ് കുറവാണ്, ചിലപ്പോൾ ഭാഗ്യനെ കാണുന്നു. കാരണം ഇതിനു മുമ്പ് ട്രക്കിങ്ങിന് വന്ന ചേച്ചിയൊക്കെ കരടീനൊക്കെ കണ്ടെന്ന് പറയണ്ടായിരുന്നു. നമ്മൾ ആ ചേച്ചിയോട് സംസാരിക്കും പരിചയമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മുള്ളമ്മനിയുടെ ഒക്കെ കാൽപ്പാടാന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഞാൻ ഈ ചേച്ചി പറഞ്ഞ പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ വലിയ ഉറപ്പില്ല, അവർ പറയുന്നത് നമുക്കറിയാം. ഇതാണ് കാർബൺ സിനിമ ഷൂട്ട് ചെയ്ത ഇത് തന്നെയാണ് നമ്മൾ അവസാനം എത്തുന്ന ഡെസ്റ്റിനേഷൻ, ചൂരൽത്തല വാട്ടർഫോൾ. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നടന്നതിന്റെ ക്ഷീണം മാറാനൊന്നും പോണില്ലെങ്കിലും നിങ്ങൾക്കൊരു സംതൃപ്തി വളരെ ഇഷ്ടമായിട്ട് ഈ വെള്ളച്ചാട്ടം. നമ്മൾ ശല്യപ്പെടുത്താനായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ ആകെ 2-3 പേരുണ്ടാവുള്ളൂ. എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പാറയുടെ അടുത്ത് കൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിലേക്കാണ് നേരെ. വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം. നമ്മുടെ ഗൈഡ് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ പോയിട്ട് വെള്ളച്ചാട്ടം കണ്ടു വന്നോളാൻ പറയും. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോൾ ചെയ്യാട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം, അതനുസരിച്ച് അവരവിടെ ഇരുന്നോളും. ഇത്ര ടൈം അങ്ങനെയൊന്നുമില്ല. നമുക്ക് മതിയാവുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടോ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പം അതിനെയാണ് ആദ്യം ഇറങ്ങിയത്. ഞങ്ങൾ വന്നതൊരു സൺഡേ ആയിരുന്നു. എന്നിട്ട് പോലും വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. എന്നാലും വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് വരാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ലൊരു വെള്ളച്ചാട്ടം, നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു ദിവസമാക്കി മാറ്റണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോ. പൈസ ചിലവിൻ്റെ സംഭവമൊന്നും വലുതായിട്ടില്ല. 200 കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ ഫുഡ് ബാക്കി പരിപാടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞങ്ങളും പതുക്കെ ആ ഗുഹയിലൂടെ പിടിച്ച് അങ്ങോട്ട് കിടന്നു. ആ ഭാഗത്ത് അങ്ങനെ വലിയ വഴുക്കൽ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്തൊന്നും. പിന്നെ ആ വെള്ളച്ചാട്ടത്തിനവിടെ എത്തിയിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാൻ മാത്രം, താഴത്തേക്കൊന്നും പോകാതിരിക്കാനായിട്ട്. അവിടെ ഇങ്ങനെ പാറകളും ബാക്കി കാര്യങ്ങളായതുകൊണ്ട് അങ്ങനത്തെ വഴുക്കിലുള്ള പാറകളല്ല. അതുകൊണ്ട് പിന്നെ നമുക്കധികം പേടിക്കണ്ട. നമുക്കിങ്ങനെ ഇരിക്കാനായിട്ടും എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഒരു കറക്റ്റ് ഒരു പൊസിഷൻ പോലെ സ്ഥലമൊക്കെ ഉണ്ട്. അത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാണ്ടിരുന്നാൽ മതി. അതൊക്കെ നോക്കാനായിട്ട് അവിടെ ആൾക്കാരും ഉണ്ടാവും. നിങ്ങൾക്ക് വലിയ ടെൻഷനും ബാക്കി സംഭവങ്ങളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കറക്റ്റ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കറക്റ്റ് സ്പോട്ടാണ്. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മുമ്പേക്ക് പോയാൽ മാത്രമേ കുറച്ച് ഡേഞ്ചർ ഉണ്ടാവുള്ളൂ, കുറച്ച് കല്ല് ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും നിന്ന് എത്ര നേരം വേണമെങ്കിലും കുളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു 9-9:30 ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ടാവും. മഴവിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കാണാനൊക്കെ ഭയങ്കര രസമുണ്ടാവും. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊക്കെ ഒരു വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും പോയി നോക്കിയില്ല, പക്ഷെ അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അറ്റം വരെ പോകുന്നുണ്ടായിരുന്നു. ഇനി അങ്ങനത്തെ അഡ്വഞ്ചർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങോട്ട് കയറി പോകാം, എത്ര ദൂരം വേണമെങ്കിലും കയറി പോകാം. പക്ഷെ തിരിച്ചിങ്ങനെ ഇറങ്ങി വരാൻ വഴിയാണെന്ന് മാത്രം. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുടുങ്ങി പോയിരുന്നാൽ മതി. പക്ഷെ അത് അത്ര ഡേഞ്ചർ ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഗൈഡും ബാക്കി കാര്യങ്ങളൊക്കെ അവർ സ്ഥിരമായിട്ട് ഒരു ദിവസം തന്നെ 3-4 പ്രാവശ്യം അവർ കയറി ഇറങ്ങി പോണ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കറിയാം ഇവിടെ ഡേഞ്ചറുള്ള സ്ഥലം ഏതാന്നൊക്കെ. നമ്മൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിച്ച് തണുക്കുന്നില്ല. ഇപ്പോൾ തരുമോ? ഞാൻ പിടിക്കാം. അനീഷ് എവിടെ? അനി ഒരു ഹായ് പറയൂ.
കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നിങ്ങൾ തിരിച്ചിറങ്ങിയത്. തിരിച്ചിറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡ്രസ്സ് മാറാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ പ്രത്യേകിച്ച് കാടാണ്. നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവിടെ ഡ്രസ്സ് മാറുക ചെയ്യാം. പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ അത്ര കംഫർട്ട് ആയില്ല ഡ്രസ്സൊക്കെ മാറാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നനഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാ വെള്ളച്ചാട്ടം വരുന്ന വെള്ളാട്ടാ. തിരിച്ചു പോകുമ്പോൾ നടക്കാൻ കുറച്ചും കൂടി സുഖമായിരുന്നു. കാരണം നമ്മുടെ നോർമൽ റോഡ് പോലത്തെ സ്ഥലം തന്നെയായിരുന്നു. വേറെ ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോർമൽ റോഡാണ്. ഇതാണിത് ചിമ്മിനി ഡാം. ചിമ്മിനി ഡാമിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററാണ് അങ്ങോട്ട് നടക്കാനുള്ളൂ. ട്രക്കിങ് അങ്ങോട്ട് പോകുമ്പോൾ നൈസായിരുന്നു. കുറേ എന്താ പറയുക പാറ മരബീൻ എടുക്കല് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് എൻഡ് ചെയ്യാം. അത് നല്ല രസമായിരുന്നു. ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ നടക്കുന്നു. ഇവിടെ സൈക്ലിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ നടന്നു പോകുന്ന ട്രക്കിങ്ങും ഉണ്ട്. ചേച്ചി പറഞ്ഞോളൂ ആനയുണ്ട്, കടുവയുണ്ട്, കുതിരയുണ്ട് ഒരു മണ്ണിരനെ ഉണ്ടല്ലേ, ഒരു മണ്ണിരനെ പിന്നെ ഒരു ചെലന്തിനെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം കണ്ടെത്തിയത്. വാട്ടർഫോളും ഉണ്ട്. കൊരങ്ങൻ കൊരങ്ങനെ കണ്ടു. ഈ 3 ജന്തുക്കളാണ് നമ്മളിവിടെ വന്നിട്ട് കണ്ടത്. ഈ സൈക്കിളിലാണെങ്കിൽ 200 rupees ഈ പാർട്ടിക്കോട്ടാണ് വരിക. പക്ഷെ അതിന് അടിപൊളി എന്തായാലും മറ്റേ ട്രക്കിംഗ് ആയിരിക്കും അല്ലേ? ഈ ട്രക്കിംഗ് മറ്റേ ട്രക്കിംഗ് മീൻസ് അതിൽ കൂടെ പോണത്. പക്ഷെ അതിന് വാട്ടർഫോൾ ഇല്ല. വാട്ടർഫോൾ അടിപൊളിയായിരുന്നു. ഞാൻ പറയണ എന്താ, സൈക്കിളിനേക്കാൾ ഫോണേക്കാൾ അടിപൊളി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ നടക്കാണ്, എത്താറായി. നല്ല രസമുണ്ടായിരുന്നു. നല്ല അങ്ങനെ നടന്നു പോകുന്നതും. 1 കിലോമീറ്റർ നടക്കാവുള്ളൂ. അതെ ഗൈസ്, 1 കിലോമീറ്റർ. ഇങ്ങനെ എന്നിറങ്ങെങ്കിൽ നമ്മൾ 10 കിലോ വെച്ച് കുറയുന്നതാണ്. അവിടെ അവരെന്തോ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഒരു ട്രക്കിങ് സ്പോട്ടിൻ്റെ ഇതേപോലത്തെ മലയണ്ണാൻ, കൊരങ്ങന്മാർ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെ മാത്രമേ നമ്മൾ സ്പോട്ട് ചെയ്യുള്ളൂ. അതല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടെന്ന്. അത് നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.